എൻ്റെ ബാല്യത്തിലേക്ക് കിടക്കുകയാണ്. ഇതാണ് എൻ്റെ സ്കൂൾ, FJMHS പുതുപ്പാടി. ഞാൻ 10ൽ പഠിച്ച ക്ലാസ്സാണിത്. ഇത് സ്റ്റാഫ് റൂമിൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ബഹളം ഉണ്ടാക്കാൻ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ പരാതിയാണ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇതാണ് ടീച്ചർമാരുടെ സ്റ്റാഫ് റൂം. ഇനി ഞങ്ങൾ അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ 10ൽ വെച്ച് കമ്പ്യൂട്ടർ ലാബാണ്. 10ൽ കമ്പ്യൂട്ടർ ലാബിൽ ഞങ്ങൾ പോയിരുന്നു. ആ ലാബിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഒച്ചയായിട്ടാരും പേടിക്കണ്ട, ഇതൊന്നുമല്ല, ഇത് ഞാൻ നടക്കുന്നതാണ്. ഇതാണ് ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ ലാബ്. ഞങ്ങൾ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടർ ലാബ്. അതാ ഇവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ലാബ്, പക്ഷെ അത് ക്ലിയർ അല്ല. അതുകൊണ്ട് ഞാൻ ഖേദിക്കുന്നു. പിന്നെ ഇതാണ് ഞങ്ങൾ എംബോസിഷനൊക്കെ എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മേശ. ഇനി ഞങ്ങൾ പുറത്തേക്ക് നോക്കി പെണ്ണുങ്ങളെ നോക്കി നിൽക്കുന്ന സ്ഥലമാണിത്. ഇവിടുന്ന് നോക്കിയാൽ എല്ലാം കാണുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായി ഞാൻ പഠിച്ച 9ാം ക്ലാസ്സിലേക്ക് പോകുന്നു. വേറെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ 8ലും 10ലും ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചത്. അതാണ് ഈ ക്ലാസ്. സോറി, ഞാനിത് പറയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ്സിൻ്റെ മുമ്പിലാണ്. എത്ര മനോഹരമായ ക്ലാസ്സാണിത്. മറക്കാൻ പറ്റാത്ത ബാല്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ തോന്നുന്നു. ഈ ക്ലാസ്സും ഒരു ഓഫീസിൻ്റെ മുന്നിലായിരുന്നു. പ്രിൻസിപ്പലിൻ്റെ ഓഫീസായിരുന്നു ഈ ക്ലാസ്സിൻ്റെ സൈഡിൽ. ഇതാണ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസ്. ഹെഡ് മാസ്റ്ററിന് ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇരുട്ടായതിനാൽ അതൊന്നും കാണാത്തത് ഞാൻ ഖേദിക്കുന്നു. ഇതാണ് ലൈബ്രറി. ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടായത് കൊണ്ടൊന്നും വ്യക്തമാകുന്നില്ല, അതിനാൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ ഇത് ഞാൻ പഠിച്ചപ്പോൾ ഈ ലൈബ്രറി ഇല്ലായിരുന്നു. ഇത് ടീച്ചർമാരെ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്ന ബുക്കൊക്കെ എടുത്ത് വച്ചേക്കണെയാണ്. അതെൻ്റെ ഇതല്ല, അതിൽ ഞാൻ ഖേദിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ സ്കൂളിൽ ആദ്യമായി കാൽ വച്ച് പഠിച്ചു വളർന്ന് ഇത്രയും എത്തിയ 5ാം ക്ലാസ്സിൻ്റെ മുമ്പിലാണ്. ഈ 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം നൽകിയതാണ് ഈ 5ാം ക്ലാസ്. കൂടുതൽ സുഹൃത്തുക്കളെ നൽകിയ 5ാം ക്ലാസ്. ഇവിടെ എന്തൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം. നാഷണൽ കാൻഡിഡേറ്റ് സ്കോപ്പ് ഡയറക്ടർ. ഇത് വായന അറിവിൻ്റെ വിദ്യാലയം. പിള്ളേരിപ്പോൾ നല്ല ബുദ്ധിവികാസത്തോടെയാണ് പെരുമാറുന്നത്. കാരണം വിവരം വയ്ക്കാനുള്ള എല്ലാം സ്കൂളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പഠിച്ച 5ാം ക്ലാസ്. ജീവിതത്തിൻ്റെ ആദ്യ അക്ഷരം കുറിച്ച ക്ലാസ്സാണിത്. ഇതിൻ്റെ ഉള്ളു കാണിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അസ്ഥികൂടമാണ് ഇരിക്കുന്നത്. സ്കെൽട്ടൻ. ഈ സ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശ്രീജ ഉണ്ടായിരുന്നു. അവൾ ഇവിടെ ഈ സ്കൂളിലാണ് മരിച്ചത്. അവളുടെ സ്കെൽട്ടൻ ആണെന്നാണ് ഇങ്ങനെ പറയുന്നത്. ഈ സ്കൂൾ ഉണ്ടാക്കാൻ നേരത്ത് കുടിച്ചപ്പോൾ കിട്ടിയ സ്കെൽട്ടൻ ആയിരുന്നു ഇത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലാണ് സ്കെൽട്ടൻ. ഇത് കാണിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഒരു കാര്യത്തിനും കൂടെ ഞാൻ ഖേദിക്കുന്നു. കാരണം ഇവിടെ പൂട്ടിയേക്കുന്നതായതിനാൽ ഏറ്റവും അങ്ങേറ്റത്തെ 6ാം ക്ലാസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ചാടുമ്പോൾ ഈ ഗേറ്റ് ഇളകും. അപ്പോൾ എല്ലാ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ ഈ 6ാം ക്ലാസ് കാണിക്കുന്നില്ല. അതിൽ ഞാൻ ഖേദിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഞാൻ പഠിച്ച +2ലേക്കാണ്, ഹയർ സെക്കൻഡറി. ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചത് ഇത് സെയിം സ്കൂളിൽ തന്നെയാണ്. ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പാടി. ദ ഗ്രേറ്റ് ഫാദർ ജോസഫ് മെമ്മോറിയൽ. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? അഡ്വക്കേറ്റ് PJ വർക്കി മെമ്മോറിയലാണിത്. പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ടുണ്ടാക്കിയതാണിത്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. ഇത് പൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇത് പൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അതിനാൽ എൻ്റെ ക്ലാസ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ക്ലാസ് കാണിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. നമുക്കിതിൻ്റെ പുറമൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. Inaugurated by Sir PG Joseph, Honorable Minister for Education and Public Works on 8/1/1999. Wherein under foundation stone laid by Udkalan Chairman State Housing Board CU Kurivada.
23/8/1997. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ നേരെ ഒരു പൊതുഘടകം ഞങ്ങളുടെ പൈസ സംഭരണിയിലേക്കാണ്. ഈ പൈസ സംഭരണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഞങ്ങൾ പൈസ സൂക്ഷിക്കുന്നതാണ്. അല്ല, ഇതൊരു ടെലിഫോണാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് ഈ സ്കൂളിലെ പൈസ സംഭരണിയാണ്. ഇതിൽ നിന്നാണ് ഞങ്ങൾ പൈസ എടുത്തുകൊണ്ടിരുന്നത്. ഇത് പൈസ ഇട്ടാൽ ഫോൺ വിളിക്കാൻ പറ്റും. എസ്റ്റിക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ പൂട്ടിയിട്ടില്ലായിരുന്നതിനാൽ ഞങ്ങൾ ഇത് തുറന്നെടുക്കുമായിരുന്നു. ഇത് സാറിന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ തെണ്ടിപ്പോനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്ലസ് ടു വിശേഷങ്ങൾ. ഇനി നമുക്ക് ചുറ്റി കണ്ടുകൊണ്ടിരിക്കാം. ഇതാണ് ഞങ്ങൾ മഴ പെയ്യുമ്പോഴും വെയിൽ വരുമ്പോഴും കയറിയിരിക്കുന്ന തണൽ മരങ്ങൾ. ഇത് നട്ടുപിടിപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൽ തണൽ കൊള്ളുന്നത് ഞങ്ങളായിരുന്നു. ഈ സ്ഥലം എനിക്ക് വളരെയധികം ഒരു ഓർമ്മയുള്ള സ്ഥലമാണ്. കാരണം അരിയാസ് കളിച്ചപ്പോൾ സാൻഡി ടീച്ചർ പിടിച്ചത് ഈ സ്ഥലത്ത് നിന്നാണ്. ഇവിടെയാണ് ബസ് നിർത്തിയിട്ടിരിക്കുന്നത്. അതിപ്പോൾ ഇല്ലാത്തതിനാൽ ഞാൻ ഖേദിക്കുന്നു. ഈ സ്കൂളിൽ ലാബുകളുണ്ട്, പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റാത്തതിനാൽ ഞാൻ ഖേദിക്കുന്നു. ഇത് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണിക്കാൻ പറ്റാത്തത്, വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. വേണമെങ്കിൽ മൂത്രപ്പുരയിലേക്കോ വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. മൂത്രപ്പുരയിലേക്ക് പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ആദ്യം ഖേദിക്കുന്നെന്ന് പറഞ്ഞത് മാറ്റുന്നു. കാരണം 6ാം ക്ലാസ്സിൻ്റെ ബാക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. 6ാം ക്ലാസ് ഞാനിപ്പോൾ കാണിക്കുന്നതായിരിക്കും. ഇതാണ് 6ാം ക്ലാസ്സിൻ്റെ ജനാലകൾ. 2 ജനാലകൾ നമ്മളെ തിരിഞ്ഞിരിഞ്ഞിട്ട് വേറെ 2 ജനാലകൾ. ഇതാണ് ഞാൻ പഠിച്ച 6ാം ക്ലാസ്. ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടായതിനാൽ അത് അപ്പോൾ ഇത് ക്ലാസ് അല്ല, വേറെ എന്തോ പാർട്ടി ഓഫീസ് പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ഞാൻ പല ക്ലാസ് കാണിക്കാൻ പറ്റാത്തതിനാൽ ഞാൻ ഖേദിക്കുന്നു. ഞാൻ കളിച്ചു വളർന്ന ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ച പ്ലേ ഗ്രൗണ്ട്. ഈ പ്ലേ ഗ്രൗണ്ടിൽ എല്ലാം ഉണ്ട്. ഫുട്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട് പിച്ച്, പിന്നെ അവിടെ ലോങ് ജമ്പ്, ഇവിടെ ഹൈ ജമ്പ്, അവിടെ ഷോർട്ട് പുട്ടിൻ്റെ ഇടയ്ക്കെല്ലാം ഉണ്ട്. മാറിപ്പോട്ടെ. ഇതാണ് ഞങ്ങളുടെ പോസ്റ്റ്. ഈ പോസ്റ്റിൽ സാധാരണ മിക്കപ്പോഴും കാക്കകൾ ചത്തിരിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാക്കകളൊന്നും ഇല്ലാത്തതിനാൽ അത് കാണിക്കാൻ പറ്റാത്തതായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഖേദിക്കുന്നു. ഇതാണ് ഞാൻ പഠിച്ച ഹയർ സെക്കൻഡറിയുടെ ഫുൾ വ്യൂ. ഇതാണ് ഞാൻ പഠിച്ച ഹൈസ്കൂളിൻ്റെ ഫുൾ വ്യൂ. ഇത്രയും ഈ സ്കൂൾ നിങ്ങൾ കാണിച്ചത് ഞാൻ ഖേദിക്കുന്നു. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം കമന്റേറ്റർ രഞ്ജിത്ത്. മാറിക്ക ക്യാമറ മുമ്പിന്ന്. ഇതാ പന്നിക്കൂട് കൂടെ കാണിച്ച് ഇത് അവസാനിപ്പിക്കുന്നു. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം രഞ്ജിത്ത്.